എന്റെ മോനെ പ്രസവിച്ചു ഗൈസ്. അപ്പൊ ഞാൻ പേരിട്ടു. 4 കുഞ്ഞുങ്ങളാണുള്ളത് ഗൈസ്. ചക്കി, മിന്നു, മാളു, മീനാക്ഷി. അപ്പൊ ഇത്രയും പേരിട്ടു. പിന്നെ മീനും കൂടെ ഉണ്ട്. അതാണ് മീനുന്റെ മീനു കാണിച്ചമ്മ. അതാണ് എന്റെ ആട്ടിന്റെ പേര് മീനു എന്നാണ് ഗൈസ്. ഞാൻ പിന്നെ എനിക്ക് ജൂലി ഉണ്ട്. ഗൈസ് കാണിച്ചു തരാം. ജൂലി എന്റെ അമ്മയുടെ പ്രസവിച്ച കടിക്കല്ല നീ കേട്ടാ. കടിക്കോ? പൊന്നൂസ് സ്കൂളിൽ പോയി തിരികെ വീട്ടിൽ വന്നതിന് ശേഷം അമ്മ എനിക്ക് മുയലിനെ കാണണം, കൂട് തുറന്ന് താന്ന് പറഞ്ഞു. അപ്പോഴാണ് പൊന്നൂസിന് മുയലിനെ കാണാനായിട്ട് കൂട് തുറക്കുമ്പോഴാണ് കേട്ടോ മുയൽ പ്രസവിച്ച് കിടക്കുന്നത് കാണുന്നത്. പൊന്നൂസ് സ്കൂൾ വിട്ട് തിരികെ വീട്ടിൽ വരുന്നതിന് മുമ്പ് മുയലിന്റെ കൂട് തുറന്ന് മുയലിന് ഫുഡൊക്കെ കൊടുത്തതാണ് കേട്ടോ. ആ ഒരു സമയത്തൊന്നും മുയൽ പ്രസവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് എപ്പോഴോ പ്രസവിച്ച് ഞങ്ങൾ കണ്ടതുമില്ല. പിന്നെ മുയലിനെ കാണണമെന്ന് പൊന്നൂസ് പറയുന്ന സമയത്ത് കൂട് തുറക്കുമ്പോഴാണ് കേട്ടോ മുയൽ പ്രസവിച്ച് കിടക്കുന്നത് കാണുന്നത്. കൂട് മൊത്തം മുയലിന്റെ പൂടയൊക്കെ കടിച്ച് പിന്നിട്ടിരിക്കുമായിരുന്നു. അപ്പൊ കൂട് വൃത്തിയാക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൺമുയലിനെ ഞങ്ങൾ രണ്ടാമത്തെ കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിട്ടാണ് കൂട് വൃത്തിയാക്കാനായിട്ട്. അപ്പൊ അമ്മ മുയലിനെയും കുഞ്ഞുങ്ങളെ ഞങ്ങൾ കുട്ടയ്ക്കകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ കൂട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കുട്ടയിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നത്. തൊടല്ലേടാ കുഞ്ഞല്ലേ അത്. അപ്പൊ കുഞ്ഞു മുയലിനെ ഇപ്പോഴേ തൊടണ്ട കേട്ടാ മോള്. കണ്ണു തുറന്നില്ല. അത് കുറച്ചും കൂടി വലുതാകുമ്പോഴേ കണ്ണു തുറക്കൂ. കൊച്ചിന് എന്തിനാ പറ്റി? കുഴി കിടത്തിപ്പോയി. നടക്കാറൊന്നും ഇപ്പഴേ പറ്റൂലേ. അത് കുഞ്ഞല്ലേ, അത് കുറച്ചും കൂടെ വലുതാകുമ്പോ നടക്കും. അപ്പൊ ഇവിടെ രാത്രിയായി. അപ്പൊ ഞങ്ങൾ മുയലുകളെയൊക്കെ കൂട്ടിനകത്ത് നിന്ന് എടുത്തു വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ കുറച്ച് സമയമൊക്കെ ഒന്ന് ഓടിക്കളിക്കട്ടെ എന്ന് കരുതി ഹാളിൽ കൊണ്ടുവന്ന് ആക്കിയിരിക്കുകയാണ്. മുയലുകളൊക്കെ നന്നായിട്ട് ഓടിക്കളിച്ച് നടക്കുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ മുയൽ കുഞ്ഞുങ്ങളെ കിടത്താനായിട്ട് ബേസ്ബോർഡ് പെട്ടി എടുത്ത് അതിലേക്ക് തുണിയൊക്കെ വിരിച്ച് സെറ്റാക്കിയിരിക്കുകയാണ്. ഇനി മുയൽ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് കിടത്താനായിട്ട് പോവാണ്. മുയലിന്റെ കൂടൊക്കെ വൃത്തിയാക്കി അങ്ങനെ ഞങ്ങൾ മുയലുകളെ കൂട്ടിനകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ മുയലുകൾക്ക് കഴിക്കാനായിട്ട് ക്യാരറ്റ് വെച്ചു കൊടുത്തു. മുയൽക്കൂട്ടിന്റെ തൊട്ട് താഴെയായിട്ടുള്ള കൂട്ടിൽ കോഴികളെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. മുയൽ കുഞ്ഞുങ്ങളെയും കൂട്ടിനകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അമ്മ മുയൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ നേരം മുയൽ കുഞ്ഞുങ്ങളുടെ കൂട്ടിനകത്തേക്ക് കയറി കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര പാല് കൊടുത്തോളും. അപ്പൊ മുയൽ കുഞ്ഞുങ്ങളെ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ പൊന്നൂസ്. മുയൽ കുഞ്ഞുങ്ങൾ കണ്ണു തുറക്കുന്നതും വളരുന്നതും ഓടിക്കളിക്കുന്നതായിട്ടുള്ള എല്ലാം തന്നെ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും.
വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.